ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വചനം ദൈവത്തിൻ്റെ ശക്തവും ആഴമായ ദൂത് നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ കുടുംബത്തിന്, തലമുറകൾക്ക് പോലും അത്ഭുതകരമായ വിടുതലിന് കാരണമായി തീരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ വെളിപ്പെടുത്തുന്ന വചനത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ഹൃദയതലം ആഴമായി ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 57 സങ്കീർത്തനം 2 വാക്യം, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. നമുക്ക് വളരെ പരിചയമുള്ളൊരു സങ്കീർത്തന ഭാഗമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്ന ദൂത്. ദാവീദ് പ്രാർത്ഥിക്കുവാനുള്ള കാരണം, ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള കാരണം, ദാവീദ് ദൈവത്തെ ആശ്രയിക്കുവാനുള്ള കാരണം, ദാവീദ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാനുള്ള കാരണം, തൻ്റെ ജീവിതാനുഭവത്തിലൂടെ തൻ്റെ ഓരോ പ്രശ്നത്തിലും ദൈവത്തിൻ്റെ ഇടപെടലും തൻ്റെ ആവശ്യങ്ങളിലുള്ള ദൈവത്തിൻ്റെ ഉന്നതമായ കരുതലുകളും താൻ അനുഭവിച്ചപ്പോൾ നിശ്ചയിച്ചു തൻ്റെ ഹൃദയത്തിൽ അസാധാരണമായ ഒരു ദർശനം വെളിപ്പെട്ടു വരികയാണ്. അതാ ഇന്ന് പരിശുദ്ധാത്മാവ് ആ വാക്യം ചൂണ്ടിക്കാണിക്കുന്നത്, അതിനകത്തുനിന്ന് വെളിപ്പെടുത്തുന്ന ദൂത്. ആ വചനത്തിൻ്റെ ആഴം നമ്മുടെ ജീവിതത്തിന് തന്നെ വലിയൊരു മാറ്റത്തിന് കാരണമായി തീരുവാൻ ഇടയാകട്ടെ. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന എൻ്റെ ദൈവം, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നത് എൻ്റെ ദൈവമാണെന്നുള്ള ഉത്തമ ബോധ്യം ദാവീദിനെ ഭരിക്കുവാനിടയായി. തൻ്റെ ഹൃദയത്തിൽ ആ ഒരു വാഗ്ദത്തം തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തിരിക്കുന്ന നിലയിൽ വലിയൊരു വഴികാട്ടിയായി മാറത്തക്ക നിലയിൽ തൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചത്തിന് കാരണമായി തീർന്നത്, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്നത് എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ്. അതിൻ്റെ വെളിച്ചത്തിലല്ലേ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല എന്ന് ദാവീദ് പ്രഖ്യാപിക്കുവാൻ കാരണം, വിളിച്ചു പറയുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. എനിക്ക് മുട്ടുണ്ടാകത്തില്ല, കാരണം എൻ്റെ ദൈവമാണ് എനിക്ക് വേണ്ടി സകലവും പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂത്. ദാവീദിൻ്റെ സഹോദരങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും മാതാപിതാക്കൾ കുറച്ച് കാര്യം ചെയ്തു കൊടുക്കുകയും ദാവീദിൻ്റെ സ്നേഹിതർ കുറച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുകയും അതല്ല ദാവീദിൻ്റെ ജീവിതാനുഭവം. ദാവീദ് പറയുന്നു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സകലവും പ്രവർത്തിക്കുന്നത്, സകലവും നിവർത്തിയാക്കി തരുന്നത്. ഈ വിശ്വാസത്തോടെ ഭക്തൻ മുന്നേറിയ കാലഘട്ടത്തിൽ എത്രയോ ഇടപെടലുകൾ ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ടു വന്നു, എത്രയോ കഷ്ടതകളിൽ നിന്ന് പോക്കുവഴി ദൈവം തുറന്നു, എത്രയോ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തി. ദാവീദിനോടുള്ള വാഗ്ദത്തങ്ങളെ ദൈവം നിവൃത്തിയാക്കി കൊടുത്തത് ഈ ദർശനമല്ലേ, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന എൻ്റെ ദൈവം. ദാവീദ് ഇതല്ലേ പ്രാർത്ഥിക്കുവാനുള്ള കാരണം, ഇതല്ലേ ദൈവത്തെ ആശ്രയിക്കുവാനുള്ള കാരണം. മറ്റൊരാളില്ലെന്നേ എന്നെ സഹായിക്കുക, മറ്റൊരു വ്യക്തി ഇല്ലെന്നേ എന്നെ സഹായിക്കുക, എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ, എൻ്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. ആ ഉറപ്പും വിശ്വാസത്തിലുള്ള വാക്കുകളാ അമേ ദാവീദ് വിളിച്ചു പറയുന്നത്, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ പൈതലേ, വചനം വിശ്വസിക്കട്ടെ. ഇത് നമ്മുടെ ജീവിതാനുഭവമല്ലേ.
ഇതല്ലേ സാഹചര്യം. മറ്റാരും സഹായിക്കാനില്ലല്ലോ, മറ്റൊരു വ്യക്തി സഹായിക്കാനില്ലല്ലോ. കർത്താവല്ലേ, ദൈവം മാത്രമല്ലേ ജീവിതത്തിൻ്റെ തലങ്ങളിൽ. ആ ഒരു ദർശനത്തിൻ്റെ തലങ്ങൾ ഇന്ന് തുറക്കട്ടെ. എനിക്ക് വേണ്ടി സകലവും ചെയ്തു തരുന്നത് എൻ്റെ ദൈവമാണ്. എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത് എൻ്റെ ദൈവമാണ്. ആ കർത്താവിൽ ഞാൻ ആശ്രയിക്കും. ആ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കും. എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി സകലവും എൻ്റെ ദൈവം ചെയ്തു തരുവാൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ പൈതലേ, വചനമാഴത്തിൽ ഏറ്റെടുക്കട്ടെ. ഈ വചനം വിടുതലായി തീരട്ടെ. ദൈവത്തെ ആശ്രയിച്ച ദാവീദ് ജീവിതം ധന്യമായ നിലവാരത്തിൽ സ്ഥിതികളിന്മേൽ ദൈവം വരുത്തിയ അസാധാരണമായ മാറ്റങ്ങൾ വചനത്തിൽ വ്യക്തതയോടെ തെളിവായി നിലനിൽക്കുകയാണല്ലോ. ഇന്നും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു, എത്രയോ വാതിലുകൾ തുറന്നു. പരിശുദ്ധാത്മ പറയുന്നു, ഇനിയും ദൈവം വാഗ്ദത്തങ്ങൾ തരുന്നു. ഇനിയും ദൈവം വഴികൾ തുറക്കുന്നു. ഇനിയും ദൈവം അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇന്ന് വിശ്വസിച്ച് ദൂതേറ്റെടുക്കട്ടെ. എനിക്ക് വേണ്ടി എൻ്റെ ദൈവ പ്രവർത്തിക്കുന്നു. സകലവും എൻ്റെ ദൈവ. ആ ഒരു വെളിപ്പാടിൽ ജീവിച്ച ആകുലതയുടെ ആവശ്യമില്ല. ആ ഒരു ദർശനത്തിൽ ജീവിച്ച ഭാരപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറയാം, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. എൻ്റെ ജീവിതം ധന്യമാകും, അനുഗ്രഹിക്കപ്പെടും. കാരണം സകലത്തിൻ്റെ മേലും ദൈവകരം ചാഞ്ഞിറങ്ങും. ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാന ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. ഈ വചനം വിടുതലായി തീരട്ടെ. വചനം കേൾക്കുന്ന കുടുംബങ്ങൾ, ജീവിതങ്ങളുടെ മേല് അസാധാരണമായൊരു മാറ്റമുണ്ടാകട്ടെ. ഹൃദയത്തിലൊരു വിടുതൽ നടക്കട്ടെ. ആത്മീയതലങ്ങളിൽ വിടുതൽ നടക്കട്ടെ. ഭൗതികതലങ്ങളിൽ വിടുതൽ നടക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊടുവാൻ പ്രാർത്ഥിക്കും. ദൈവശക്തി അവരുടെ ശരീരങ്ങളിൽ വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗമണ്ഡലങ്ങളെ ശാസിച്ചകറ്റുക. ഇപ്പോൾ തന്നെ അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ നടക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.